3 വർഷത്തെ പരസ്യ ജീവിതത്തിന് ശേഷം തൻ്റെ 33-ാമത്തെ വയസ്സിൽ യേശു കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട് വധശിക്ഷ ഏറ്റുവാങ്ങി. എന്നാൽ എന്തുകൊണ്ടാണ് യേശുവിന് കുരിശുമരണം ഏറ്റുവാങ്ങേണ്ടതായി വന്നത്? യേശു എന്തെങ്കിലും പാപങ്ങൾ ചെയ്തതായി ബൈബിൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ യേശു എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തതായിട്ടും നമ്മൾ കാണുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് യേശുവിന് കുരിശുമരണം ഏറ്റുവാങ്ങേണ്ടതായി വന്നത്? റോമൻ ഗവർണർ ആയിരുന്ന പന്തിയോസ് പിലാത്തോസ് യേശുവിനെ വിചാരണ ചെയ്തു. എന്നാൽ യേശുവിൽ ഒരു കുറ്റവും അദ്ദേഹത്തിന് കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. അവസാനം യഹൂദരുടെ നിർബന്ധത്തിന് വഴങ്ങി പീലാത്തോസ് യേശുവിനെ കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ അതിനു മുമ്പായി അദ്ദേഹം ജനങ്ങളുടെ മുൻപിൽ വെച്ച് പരസ്യമായി കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എന്താണ് പിന്നെ യേശുവിന് കുരിശുമരണം ഏറ്റുവാങ്ങേണ്ടി വന്നതിന് പിന്നിലുള്ള കാരണം? താൻ ദൈവപുത്രനാണെന്ന് യേശു അവകാശപ്പെട്ടു. ഈ അവകാശവാദം ഒരു ദൈവദൂഷണം അല്ലെങ്കിൽ ബ്ലാസ്ഫമി ആയിട്ട് യഹൂദ അധികാരികൾ തെറ്റിദ്ധരിച്ചു. ഇതായിരുന്നു യേശുവിന് കുരിശുമരണം ഏറ്റുവാങ്ങേണ്ടി വന്നതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം. നമ്മളിങ്ങനെ സാധാരണ പറയാറുണ്ട്, മനുഷ്യരെല്ലാവരും ദൈവമക്കളാണ്. ബൈബിൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവമക്കളാണെന്ന്. വേണമെങ്കിൽ യേശുവിനെ ഇങ്ങനെ പറയാമായിരുന്നു, നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാ, ഞാനും അതുപോലെ നിങ്ങളെപ്പോലെ തന്നെ ഒരു ദൈവമകൻ അല്ലെങ്കിൽ ദൈവപുത്രന്. യേശു ഇങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ഒരുപക്ഷെ യേശുവിന് കുരിശുമരണം ഏറ്റുവാങ്ങേണ്ടതായി വരുമായിരുന്നില്ല. എന്നാൽ ഈ മനുഷ്യർ ദൈവമക്കളായിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലത്തിൽ താൻ ദൈവപുത്രനാണെന്ന് യേശു അവകാശപ്പെട്ടു. ബൈബിൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കളാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് ഒരു ദത്തെടുക്കൽ വഴിയുള്ള ദൈവപുത്രത്വം ആണ്. അതായത് സൺ ഓഫ് ഗോഡ് ബൈ അഡോപ്ഷൻ. എന്നാൽ യേശു താൻ സത്താപരമായി ദൈവപുത്രനാണെന്ന് അവകാശപ്പെട്ടു. അതായത് സൺ ഓഫ് ഗോഡ് ബൈ എസൻസ്. ഇനി നമ്മൾ ഫിലോസഫിക്കൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഒരാൾ സത്താപരമായി ദൈവപുത്രനാണ് എന്ന് പറയുന്നത് അയാൾ എല്ലാ കാര്യത്തിലും ദൈവത്തിന് തുല്യനാണ് എന്ന് പറയുന്നതിന് സമമാണ്. അപ്പോൾ യേശു ചെയ്തത് ഇതാണ്, ഞാൻ സത്താപരമായി ദൈവപുത്രനാണ് എന്ന് യേശു അവകാശപ്പെട്ടു. അതായത് താൻ ദൈവം തന്നെയാണ്, അല്ലെങ്കിൽ ദൈവത്തിന് എല്ലാ കാര്യത്തിലും തുല്യനാണ് എന്ന് യേശു അവകാശപ്പെട്ടു. ഈ അവകാശവാദം ദൈവദൂഷണമായി യഹൂദ അധികാരികൾ തെറ്റിദ്ധരിച്ചു. ഇതായിരുന്നു വാസ്തവത്തിൽ യേശുവിന് കുരിശുമരണം ഏറ്റുവാങ്ങേണ്ടി വന്നതിന് പിന്നിലുള്ള കാരണം. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ച് 3 കാലങ്ങൾ ഉണ്ട്: ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ അസ്തിത്വത്തെ അല്ലെങ്കിൽ എക്സിസ്റ്റൻസിനെ ഫിലോസഫിക്കൽ ആയിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതാണ്, ദൈവത്തിന് ഈ 3 കാലങ്ങൾ ഇല്ല. ഈ പ്രസന്റ് എന്ന് പറയുന്ന ഒറ്റക്കാലം മാത്രമേ ദൈവത്തിനുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ട്, ഞാൻ ഉണ്ടായിരിക്കും. അതായത് ഐ വാസ്, ഐ ആം, ഐ വിൽ. ഈ 3 പ്രസ്താവനകളും നമ്മളെ സംബന്ധിച്ച് ശരിയാണ്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ദൈവത്തെ സംബന്ധിച്ച് ഐ ആം എന്ന ഒറ്റ പ്രസ്താവനയ്ക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. അതായത് നമ്മൾ ഭൂതം, വർത്തമാനം, ഭാവി, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നീ 3 കാലങ്ങളിലും
ഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രസന്റിൽ എന്നതുപോലെ ഗ്രഹിക്കാൻ ദൈവത്തിന് കഴിവുണ്ട്. ഇതാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് ഫിലോസഫിക്കലായിട്ട് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് കാലം അല്ലെങ്കിൽ സമയം എന്ന പ്രതിഭാസം അനുഭവപ്പെടുകയില്ല. ദൈവത്തിന് എപ്പോഴും പ്രസന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഐ വാസ്, ഐ വിൽ എന്നീ രണ്ട് പ്രസ്താവനകൾ ദൈവത്തെ സംബന്ധിച്ച് പ്രസക്തമല്ല. ദൈവത്തെ സംബന്ധിച്ച് പ്രസക്തമായിരിക്കുന്നത് ഐ ആം എന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ബൈബിൾ പഴയ നിയമത്തിലെ രണ്ടാമത്തെ പുസ്തകമാണ് പുറപ്പാട്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെയൊരു സംഭവം വായിക്കുന്നുണ്ട്. അതായത് മരുഭൂമിയിൽ ദൈവത്തിന്റെ മലയായ ഹോറബിൽ വെച്ച് ഒരു മുൾപ്പിടർപ്പിന്റെ മധ്യത്തിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയിൽ ഒരു ദൈവദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനായി. അപ്പോൾ മോശ ഈ ദൈവദൂതനോട് ചോദിക്കുന്നുണ്ട്, ദൈവത്തിന്റെ പേരെന്താണ് എന്ന്. അതിന് ദൈവം നൽകുന്ന മറുപടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഗോഡ് സെഡ് ടു മോസസ്, ഐ ആം ഹു ഐ ആം. ഹി സെഡ് ഫർദർ, thus you shall say to the Israelites, I am has sent me to you. ദൈവത്തിന്റെ പേരായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാനാകുന്നവൻ, അതായത് അയാം എന്നാണ്. ഈ അയാം എന്നുള്ളത് ദൈവത്തിന്റെ പേരാണെന്ന് യഹൂദർക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ബൈബിൾ പഴയ നിയമം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദൈവത്തിനല്ലാതെ മറ്റാർക്കും അയാം എന്നുള്ള ഈ പേര് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഈ ദൈവത്തിന് അവകാശപ്പെട്ട ഈ അയാം എന്ന പേര് യേശു തനിക്കും അവകാശപ്പെടുന്നതായി, ക്ലെയിം ചെയ്യുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഒരു വചനം ശ്രദ്ധിക്കുക. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. ജീസസ് സെഡ് ടു ദം, വെരി ട്രൂലി ഐ ടെൽ യു, ബിഫോർ അബ്രഹാം വാസ് ഐ ആം. യേശു ഇവിടെ പറയുന്നത് അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു എന്നല്ല, പിന്നെയോ അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട് എന്നാണ്. അതായത് ബിഫോർ അബ്രഹാം വാസ് ഐ ആം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ദൈവത്തിന് അവകാശപ്പെട്ട ആ അയാം എന്നുള്ള പേര് ക്രിസ്തു തനിക്ക് അവകാശപ്പെടുന്നതായി നമ്മൾ കാണുന്നു. ഇത് യേശു തന്നെ ദൈവ തുല്യനാക്കുകയാണെന്ന് യഹൂദർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ഉടനെ യേശുവിനെ അറിയാനായിട്ട് കല്ലുകൾ എടുത്തത്. ഇനി നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വചനം ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. I told you that you would die in your sins, for you will die in your sins unless you believe that I am He. അപ്പോൾ ഈ വചനത്തിലും ദൈവത്തിന് അവകാശപ്പെട്ട അയാം എന്നുള്ള പേര് ക്രിസ്തു തനിക്കും അവകാശപ്പെടുന്നതായി നമ്മൾ കാണുന്നു. ഇനി സത്താപരമായി താൻ പിതാവായ ദൈവത്തിന് തുല്യനാണെന്ന് യേശു അവകാശപ്പെടുന്നുണ്ട്. ഒരു വചനം ശ്രദ്ധിക്കുക. ഞാനും പിതാവും ഒന്നാണ്. യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. ഇപ്പോൾ കാണുക, ഇവിടെ യേശു താൻ പിതാവായ ദൈവത്തിന് തുല്യനാണെന്ന് അവകാശപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ടാണ് യഹൂദര് ഉടനെ യേശുവിനെ അറിയാനായിട്ട് കല്ലുകൾ എടുത്തത്. ഇനി നമ്മൾ ബൈബിളിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഈ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള ഒന്നാണ്.
സീനായ് മരുഭൂമിയിൽ വെച്ച് മോശ വഴിയായി ദൈവം ഇസ്രായേൽ ജനത്തിന് 10 കൽപ്പനകൾ കൊടുത്തു. അതിൽ ആദ്യത്തെ കൽപ്പന ഇതായിരുന്നു: നിങ്ങൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാനായിട്ട് പാടുള്ളൂ. ആ വചനം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. അപ്പോൾ ഇവിടെ ആരാധന ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ഒന്നാണെന്ന് പറയുന്നു. നമ്മൾ ഈ ബൈബിളിലേക്ക് വരുമ്പോൾ ഈ മാലാഖമാരെ അല്ലെങ്കിൽ ദൈവദൂതന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു മാലാഖ മനുഷ്യരിൽ നിന്ന് ആരാധന സ്വീകരിച്ചതായി നമുക്ക് ഒരിടത്തും കാണുവാനായിട്ട് സാധിക്കുകയില്ല. ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് വെളിപാട്. അതായത് ഈ ഭാവിയിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ദർശനത്തിന്റെ രൂപത്തിൽ ഒരു ദൈവദൂതൻ അപ്പസ്തോലനായ യോഹന്നാനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ യോഹന്നാൻ ഇത് കാണിച്ചു തന്ന ദൈവദൂതനെ ആരാധിക്കാനായിട്ട് ഒരുമ്പെട്ടു. പക്ഷെ ദൈവദൂതൻ യോഹന്നാനെ അതിൽ നിന്ന് തടയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യോഹന്നാനായ ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു. ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇത് കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കാനായി ഞാൻ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവരുടെയും സഹദാസനാണ്. ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ യോഹന്നാൻ ദൂതനെ ആരാധിക്കാനായി ഒരുമ്പെട്ടു. എന്നാൽ ദൂതൻ യോഹന്നാനെ അതിൽ നിന്ന് തടയുകയാണ് ഉണ്ടായത്. ആരാധന ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള ഒന്നാണ്. എന്നാൽ നമ്മൾ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ യേശു മനുഷ്യരിൽ നിന്ന് ആരാധന സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ മനുഷ്യർ യേശുവിനെ ആരാധിക്കാൻ ഒരുമ്പെട്ടപ്പോൾ യേശു അവരെ അതിൽ നിന്ന് തടയുന്നില്ല. നിങ്ങൾ 3 വചനങ്ങൾ ശ്രദ്ധിക്കുക. അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കുവാൻ ഓടി. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലിയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. ഇപ്പോൾ കാണുക, ഇവിടെ യേശു മനുഷ്യരിൽ നിന്ന് ആരാധന സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതായത് യേശു താൻ ദൈവതുല്യനാണ് അല്ലെങ്കിൽ ദൈവമാണ് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അവകാശപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി യേശു തന്റെ ഉയർപ്പിന് ശേഷം തന്റെ ശിഷ്യന്മാർക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അപ്പോസ്തലനായ തോമസ് അവരോടൊപ്പം ഇല്ലായിരുന്നു. പിന്നീട് തോമസ് ആ കൂട്ടത്തിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു എന്ന് ബാക്കി അപ്പോസ്തലന്മാർ പറഞ്ഞു. എന്നാൽ തോമസ് വിശ്വസിച്ചില്ല. യേശുവിനെ നേരിട്ട് കാണുകയും സ്പർശിച്ചു നോക്കുകയും ചെയ്യാതെ താൻ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് ശഠിച്ചു. പിന്നീട് തോമസും കൂടെയുള്ളപ്പോൾ യേശു അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ രംഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ തോമസ് യേശുവിനെ വിളിക്കുന്നത് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നാണ്. എന്നാൽ ആ ദൈവമേ എന്നുള്ള വിളി യേശു ഇവിടെ നിരാകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. യേശു അത് അപ്പാടെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെയും യേശു താൻ ദൈവം തന്നെയാണെന്ന് ക്ലെയിം ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ഈ ബൈബിൾ പുതിയ നിയമത്തിലേക്ക് നോക്കിയാൽ യേശു നേരിട്ടും അല്ലാതെയും താൻ ദൈവതുല്യനാണ് അല്ലെങ്കിൽ ദൈവമാണ് എന്ന് അവകാശപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.